ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഉത്രാട ദിനാശംസകൾ നേരുന്നു. അതോടൊപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് തിരുവോണ ദിനാശംസകളും നേരുന്നു. ഉത്രാടത്തിന് രാവിലെ തന്നെ നല്ലൊരു പാലട പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി എല്ലാവർക്കും ഷെയർ ചെയ്യാണ്. അതിനു മുന്നായിട്ട് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായാൽ ഫാമിലിയിലും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലടയുടെ മിക്സാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് പാലട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാലും എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാലട മിക്സിലേക്ക് 1 ലിറ്റർ പാലും ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 3 പാക്കറ്റിന് അതിന് ഡബിളായിട്ട് എടുത്തിട്ടുണ്ട്. പാല് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അട ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇൻസ്റ്റൻറ്റ് ആണെങ്കിൽ പോലും കുറച്ച് അടയൊക്കെ കുക്കാകാൻ സമയം എടുക്കും കേട്ടോ. എനിക്കൊരു 10-35 മിനിറ്റ് അധികം എടുത്തു. ഞാനാണെങ്കിൽ കുറച്ച് നന്നായി തിളച്ചതിന് ശേഷം നല്ല സ്ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറുക്കി നല്ല തിക്കായിട്ടുള്ള പാലട പായസമായിട്ടാണ് എടുത്തത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ തിരക്ക് പിടിച്ച് ഫുൾ ഫ്ലെയിമിലൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ അടിയിലൊക്കെ പിടിച്ച് ആ പായസത്തിൻ്റെ ആ നല്ലൊരു ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും. ഞാൻ നോക്കി ആ സൺലൈറ്റിൽ തന്നെ ആ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഞാൻ നോക്കി ഒട്ടും ലൈറ്റൊന്നും ആഡ് ചെയ്യാതെ ചെയ്തിരിക്കുകയാണ്. നല്ല ആ സൺലൈറ്റിൻ്റെ ആ ഒരു ലൈറ്റ് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയല്ലേ. പിന്നെ എല്ലാവരുടെയും വീട്ടിൽ വിശേഷം എന്തൊക്കെയാണ്? ഓണത്തിൻ്റെ തിരക്കൊക്കെ എവിടം വരെയൊക്കെ ആയി? ഇന്ന് ഉത്രാട ദിനമല്ലേ. ഉത്രാട ദിനത്തിന് ഒരു ചൊല്ലുണ്ട്, ഉത്രാട പാച്ചിലെന്നാണ് പറയുന്നത്. തിരക്ക് പിടിച്ച് എല്ലാവരും സാധനങ്ങൾ വാങ്ങാനും പോകാനും ജോലിക്ക് പോയി തിരിച്ച് വന്നിട്ട് വീട്ടിൽ പാചകം ചെയ്യാനൊക്കെ തിരക്കായിരിക്കും. അതാണ് ഉത്രാട പാച്ചിൽ എന്ന് തന്നെ ആ ഒരു പറയുന്നത്, ഒരു ചൊല്ലുണ്ട്. അതാ നോക്കി സംസാരിച്ച് നിന്നപ്പോഴത്തേക്കും ഒരുവിധം തന്നെ നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 100 ഗ്രാമിൻ്റെ പാക്കറ്റുള്ള മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഒട്ടും അവോയ്ഡ് ചെയ്യരുത്, കാരണം നല്ലൊരു ടേസ്റ്റാണ്. അത് സ്ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് കശുവണ്ടിയും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതും ഒട്ടും ഡാർക്ക് ബ്രൗണൊന്നും ആക്കി കളയരുത്, ചെറിയ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് ഫ്രൈ ചെയ്യണം. എന്നിട്ട് ഇതാ നോക്കി ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ല കുക്കായി വന്നിരിക്കുന്ന ചൂട് പാലടയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതാ നോക്കി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള പാലട പായസം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നോക്കി കുറച്ച് നേരം നമ്മൾ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും. നമ്മൾ സാധാരണ പാലട പായസം ഗ്ലാസ്സിലും കുടിക്കും, അതേപോലെ സദ്യയൊക്കെ ഒഴിച്ച് പപ്പടവും പഴമൊക്കെ ആയിട്ട് കഴിക്കാറുണ്ട്. കുറച്ച് നേരം ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി കുക്കായി കിട്ടും. ഇതാ നോക്കി ഈ ഒരു പരുവത്തിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് എന്ത് വന്നാലും ഒരു പ്രസൻറ്റേഷൻ നല്ലൊരു ഭംഗിയിൽ വെച്ചാലല്ലേ എന്തിനും ഒരു ഭംഗി ഉണ്ടാകുള്ളൂ. എന്ത് ഫുഡ് പ്രസൻറ്റ് ചെയ്യുമ്പോഴും കാഴ്ചയിലാണ് നമുക്ക് ആ ഒരു ഭക്ഷണത്തിൻ്റെ ഭംഗി വരുന്നത്. അതിനുശേഷമാണ് ഫുഡ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫുഡ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഭംഗി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മുടെ പാലട പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഔട്ടിങ്ങൊക്കെ പോയി എൻജോയ് ചെയ്യണം. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.